ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. SIT തലവൻ S ശശിധരൻ കോടതിയിൽ ഹാജരായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഈ ഇടക്കാല റിപ്പോർട്ടാണല്ലോ ഇപ്പോഴും സമർപ്പിച്ചത്. എന്തൊക്കെയാണ് പ്രധാനമായും നൽകാനുള്ള വിവരങ്ങൾ? ഇന്ന് ഒരു സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ച് ഒരു സമഗ്ര റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടച്ചിട്ട കോടതി മുറിയിലായതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നല്ലാതെ എന്താണ് കോടതി പറഞ്ഞത് എന്ന് വ്യക്തതയില്ല. സാധാരണ ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ ഒരു 6 മണിയോടുകൂടി വൈകിട്ട് ഒരു ഇൻ്ററിം ഓർഡർ പുറത്തിറക്കി ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് നടന്ന നടപടിക്രമങ്ങളും കോടതിയുടെ തീരുമാനങ്ങളും അതിലുണ്ടാവും. അങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരിക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക, നമുക്കിപ്പോൾ പറയാനും കഴിയുക, ഏതായാലും ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സമഗ്ര റിപ്പോർട്ടാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. കാരണം കോടതി ഇന്ന് സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ SIT തലവൻ S ശശിധരൻ മുമ്പും ഇതുപോലെ പല ഘട്ടങ്ങളിലും സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. പക്ഷേ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് SIT കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ഈ ഇൻ്ററിം റിപ്പോർട്ട് മീൻസ് ഈ ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിച്ചു വരികയാണ്. ആ ഒരു രീതി അല്ല, സമഗ്രമായ റിപ്പോർട്ട് തന്നെ, പൂർത്തീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് സമർപ്പിച്ചതെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാണ് അല്ലേ സലി? അതായത് ഈ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി സമർപ്പിക്കേണ്ട കോടതി ഇതല്ല. യഥാർത്ഥത്തിൽ അത് കുറ്റപത്രവും മറ്റും സമർപ്പിക്കുന്ന കൊല്ലത്തെ കോടതിയിലാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. പക്ഷേ അന്വേഷണം കൃത്യമായി പുരോഗതി എങ്ങനെയുണ്ട്, എവിടം വരെ എത്തിയ അന്വേഷണം എന്ന വിവരം ഹൈക്കോടതി അറിയിക്കേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT രൂപീകരിക്കപ്പെട്ടതും SITയുടെ അന്വേഷണം നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇടക്കാല റിപ്പോർട്ടുകളിൽ യഥാസമയങ്ങളിൽ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഒരു സമഗ്ര റിപ്പോർട്ട് നൽകുക എന്ന് പറഞ്ഞു. കുറ്റപത്രം പോലുള്ള നടപടിക്രമങ്ങളല്ല, CRPC അനുശാസിക്കുന്ന കുറ്റപത്രം പോലുള്ള നടപടിക്രമങ്ങളല്ല ഈ കോടതിയിൽ നടക്കേണ്ടത്. ഈ കോടതിയിൽ നടക്കുന്നത് അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കുക എന്നുള്ളതാണ്. കോടതിക്ക് തൃപ്തികരമാണെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് കൊല്ലത്തെ കോടതിയിൽ. അതാണ് ഇതിൻ്റെ നടപടിക്രമം. ഈ പർട്ടിക്കുലർ കേസിൻ്റെ അത് തന്നെയാണ് ഇതിലും സംഭവിക്കുക. അപ്പം ഇതിലൊരു അന്തിമ റിപ്പോർട്ട് എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റില്ല. ഒരു സമഗ്ര റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അതിനനുസരിച്ച് കോടതി കുറ്റപത്രം സമർപ്പിച്ചോളൂ, തുടർ നടപടികളുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയാനാണ് സാധ്യത. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോടതി ഇപ്പോഴും ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. S ശശിധരൻ ഇപ്പോഴും കോടതി മുറിയിലുണ്ട്. അത്രയും വിവരങ്ങൾ നമുക്ക് നൽകാം. കോടതി എന്തു പറഞ്ഞു എന്നുള്ളത് വൈകിട്ട് ഒരു ഇടക്കാല ഉത്തരവായി പുറത്തു വരും. അപ്പോൾ വിശദമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയും. തീർച്ചയായും, കാരണം അടച്ചിട്ട കോടതി മുറിയിലായതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു പരിമിതി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും, എല്ലാ കേസുകളുടെ കാര്യത്തിലും ഉണ്ട് അല്ലേ സാലി? തീർച്ചയായും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കാരണം തുടക്കത്തിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായപ്പോൾ 1-2 ദിവസങ്ങളിൽ കോടതി ഇത് ഓപ്പൺ കോർട്ടിൽ പരസ്യമായി കേട്ടു. അതിനുശേഷം കോടതി ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് മാറ്റി. കാരണം കോടതി പറയുന്ന കമൻറ്റുകളെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് കോടതിക്ക് മനസ്സിലായ ഒരു സാഹചര്യം ഈ കേസിൻ്റെ തുടക്കത്തിൽ വന്നു. അപ്പോൾ കോടതി ഇത് അടച്ചിട്ട മുറിയിൽ ഇനി കേൾക്കാം എന്ന് പറയുകയും തുടക്കത്തിൽ ഓൺലൈനിൽ ആളുകളെ അനുവദിച്ചിരുന്നില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരല്ലാത്തവർ. പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ അനുവദിക്കുന്നുണ്ട്, നമുക്ക് കാണാം കോടതി പ്രൊസീഡിങ്സ്. പക്ഷേ മൈക്ക് ഓഫാണ് ജഡ്ജിയുടെയും മറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് കോടതിയിൽ പറയുന്നത് എന്ന് വ്യക്തതയില്ല. കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ നമുക്ക് ഓൺലൈനിൽ കാണാൻ കഴിയുന്നുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്.